അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു ആദരിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ ആജ്ഞയെ അനുസരിക്കലാണത്. ആ സുജൂദ് ആർക്കാണ്? ആദം നബിക്കല്ല, സുജൂദ് അള്ളാഹുവിനാണ്. പക്ഷെ ആദം നബി അതിന്റെ ഖിബിലയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാനാണ് ചെയ്തത്. ആദരവ് കൊണ്ട് സുജൂദ് ചെയ്യൂ. അത് നമ്മുടെ ശരീഅത്തിലില്ല, നമ്മുടെ മുൻഗാമികളുടെ ശരീഅത്തിലുണ്ട്. ബഹുമാനം കൊണ്ട് സുജൂദ് ഉണ്ടായിരുന്നു എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അധികാരമേറ്റിരുന്ന് ഈജിപ്തിന്റെ ആ ഒരു അധികാരപീഠത്തിൽ ഇരിക്കുമ്പോ ഉമ്മയെയും ഉപ്പയെയും അധികാരപീഠത്തിലേക്ക്, ഏറ്റവും നല്ല കസേരയിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം അവരെ കയറ്റിയിരുത്തി. അവർ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. ഖുർആൻ സൂറത്ത് യൂസുഫ്. ആ സുജൂദ് യൂസുഫ് നബിക്ക് വേണ്ടിയുള്ള സുജൂദല്ല, ഇക്റാമൻ വഹ്തിറാമൻ, ബഹുമാനിച്ചുകൊണ്ടൊരു സുജൂദ് നമ്മുടെ മുൻ സമുദായങ്ങളിലുണ്ട്, നമുക്കില്ല. നമുക്ക് ബഹുമാനമാണെങ്കിലും സുജൂദ് ചെയ്യാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ മാത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി അവർ ചെയ്തത് ആദരത്തിന്റെ സുജൂദായിരുന്നു. നോക്കണം, വറഫഅ അബവൈഹി അലൽ അർശ്, രാജാവിരിക്കുന്ന സ്ഥാനത്ത് ഉമ്മയെയും വാപ്പയെയും ഇരുത്തി യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഒരു കാര്യം പറയാൻ, നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ആ ഒരു നന്മയെ ഏറ്റവും കൂടുതൽ ആ നന്മ ആസ്വദിക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കുമാണ്. അവരെയാണ് നമ്മൾ നമ്മുടെ സ്ഥാനത്തിരുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകനും അധികാരിയും രാജാവുമായിരുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അവിടെ ഒരു സുജൂദിന്റെ പരാമർശമുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ ആദരിച്ച ഒരു മനുഷ്യനാണിതല്ലേ? മലക്കുകളാണോ ശ്രേഷ്ഠർ, അതല്ല മനുഷ്യരാണോ? ആർക്കാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്? അള്ളാഹു മലക്കുകളെ കൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചു ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ. ആരാണ് ഇവിടെ ശ്രേഷ്ഠർ? ഒരു വിഭാഗം പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ മലക്കുകളാണ് ശ്രേഷ്ഠർ. എന്തുകൊണ്ട്? അവർ വലിയ സ്ഥാനമുള്ളവരല്ലേ. അവർക്ക് ശരീരത്തിന്റെ മോശമായ ചിന്തകളോ ശരീരത്തിന്റെ ശഹവാത്തുകളോ ശരീരേച്ഛകളോ ഇല്ലാത്ത ശുദ്ധമായ പ്രകൃതമുള്ളവരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അവർ തെറ്റ് ചെയ്യാത്തവരല്ലേ. അപ്പൊ തെറ്റ് ചെയ്യാത്തവരല്ലേ മനുഷ്യരെക്കാളും സ്ഥാനം ഉണ്ടാവുക എന്ന ഒരു പക്ഷമുണ്ട്. പിന്നെ യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാവിലും പകലിലും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണ്. ആകാശലോകങ്ങൾക്ക് വിറങ്ങലടിച്ചു, ആകാശലോകങ്ങൾ പേടിച്ച് വിറച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ, 4 വിരൽ വെക്കേണ്ട ഒരു സ്ഥാനം ആകാശലോകങ്ങളിൽ ഇല്ല തന്നെ ഇല്ല. വഫീഹാ മലകുൻ സാജിദ്, സുജൂദ് ചെയ്യുന്ന ഒരു മലക്ക് അവിടെ ഉണ്ടായിരിക്കും. ഒരു റുക്കൂഇൽ കിടക്കുന്ന മലക്ക്, ഖിയാമിലുള്ള മലക്ക്, സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന മലാഖ, അങ്ങനെ ഒരു മലക്കും തലവെക്കാത്ത കാലുവെക്കാത്ത ഒരു 4 വിരൽ വെക്കേണ്ട ഇടം. കോടാനുകോടി ബില്യൺ നക്ഷത്രങ്ങളുള്ള, കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ആകാശലോകത്തിന്റെ ആവരണമായ ആകാശലോകം, ഈ പ്രപഞ്ചത്തിന്റെ ആവരണമായ 1-ാം ആകാശത്ത് 2-ൽ 3-ൽ 4-ൽ 5-ൽ 6-ൽ 7-ൽ മനുഷ്യന് 1-ാം ആകാശം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ ഏതാനും വർഷങ്ങളെടുത്ത് സയൻസ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ ഇപ്പോഴും 1-ാം ആകാശം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകാശലോകങ്ങളിൽ 4 വിരൽ വെക്കേണ്ട സ്ഥലം അവിടെ ഇല്ലെന്നാണ്. മാലാഖമാർ ഇബാദത്തിൽ കഴിയുന്നു. അതുപോലെ അല്ലല്ലോ നമ്മൾ എന്തൊക്കെ കുരുത്തക്കേട്, എന്തൊക്കെ പ്രയാസങ്ങള്, നമ്മൾ എന്താ ചെയ്യുന്നത്? മാലാഖമാരുടെ ജീവിതം പോലെയാണോ നമ്മുടെ ജീവിതം? അല്ലല്ലോ. അപ്പൊ മലക്കുകളാണ് ശ്രേഷ്ഠർ. അത് മാത്രമല്ല, മാലാഖമാർ യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടല്ലോ. മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അയാൾ നമ്മളെക്കാളും സ്ഥാനമുള്ള ആളാവുമ്പോഴല്ലേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി മലക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ മലക്കുകൾ നമ്മളെക്കാളും ശ്രേഷ്ഠരായിരിക്കണം. അങ്ങനെ പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ. മറ്റൊരു വിഭാഗം പറഞ്ഞതല്ല, ആദം നബിയുടെ മക്കൾ അവരാണ് ശ്രേഷ്ഠർ. അവരിൽ അല്ലാഹു മോശമായ ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, നന്മയും വെച്ചിട്ടുണ്ട്. ആ തിന്മയെ മറികടന്ന് നന്മയിലേക്ക് വന്നവർ, അതിനൊരു സ്ഥാനം വേണ്ടേ?
നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം എന്താ? മനുഷ്യന് ബുദ്ധിയുണ്ട്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, അവർക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇത് രണ്ടും തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ പറഞ്ഞു അല്ലാഹു. അങ്ങനെ ശരീരത്തെ നിയന്ത്രിക്കുന്ന നല്ല മനുഷ്യർ മലക്കുകളെക്കാളും മുമ്പിലല്ലേ വേണ്ടത്? തീർച്ചയായും ചീത്ത മനുഷ്യരെ കുറിച്ചല്ലേ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. ദുനിയാവിൽ ഒരുപക്ഷേ മലക്കുകളായിരിക്കാം, പക്ഷെ സ്വർഗ്ഗലോകത്തേക്ക് എത്തുമ്പോൾ സ്വർഗ്ഗലോകത്ത് കിടക്കുന്ന മനുഷ്യരാണ് മാലാഖമാരെക്കാളും മുന്നിലെന്ന് മഹാന്മാർ സമർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് മനുഷ്യൻ? ഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ, മലക്കുകളെ നിങ്ങൾ സുജൂദ് ചെയ്യണം. മനുഷ്യനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് പടച്ചു. കളിമണ്ണിൽ നിന്ന് പടച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി. അല്ലാഹു തറകഹു 40 യൗമൻ ത്വീനാ, 40 ദിവസം കളിമണ്ണായി അല്ലാഹു നിർത്തിയിട്ടുണ്ടത്രേ. 40 ദിവസം ജീവനില്ല. കളിമണ്ണാണ്. വായയുണ്ട്, മൂക്കുണ്ട്, കണ്ണിന്റെ ഭാഗങ്ങളുണ്ട്. കളിമണ്ണ് കൊണ്ട് ജീവനില്ല. ശരീരത്തിൽ വിസർജ്യങ്ങൾ പോവേണ്ട ദ്വാരങ്ങളുണ്ട്, പക്ഷെ ജീവനില്ല. അങ്ങനെ കാറ്റ് വായിലൂടെ കടക്കുന്നു, ശരീരത്തിൽ ഗ്യാപ്പുകളിലൂടെ പുറത്തു പോകുന്നു. 40 ദിവസം പിശാച് വന്ന് ഊതി എന്നാണ് മനുഷ്യ ശരീരത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ. നോക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദം വരുന്നു, ഉള്ളു പൊള്ളയാണ്. അവൻ അന്നേ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു സവിശേഷമായ സൃഷ്ടിയെ അള്ളാഹു ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവരെയൊക്കെ കീഴ്പ്പെടുത്താൻ എനിക്ക് എളുപ്പമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ജീവൻ നൽകപ്പെടുന്നതിന്റെ മുമ്പ് 40 ദിവസം അങ്ങനെ നിർത്തിയെന്നാണ് ഖുർആനിൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അത്ഭുതങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മിൻ ത്വീൻ, ചെളിയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്. മണ്ണും വെള്ളവും ചേരുമ്പോഴാണ് ത്വീൻ എന്നാവുക. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു പടച്ചു. സ്പേമിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പടച്ചു. അല്ലാഹു ചെയ്ത വലിയൊരു അത്ഭുതമാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഏത് യുക്തിവാദിയും അവന് യുക്തി ഉണ്ടെങ്കിലാണ് യുക്തിവാദി എന്ന് വിളിക്കേണ്ടതുള്ളൂ കേട്ടോ. പലതും അവർ പറയുന്നത് യുക്തിരാഹിത്യമാണ്. ഒരു കോശത്തിൽ നിന്ന്, ഒരു കോശം എന്ന് പറഞ്ഞ നമ്മുടെ ബീജത്തിന്റെ ഒരു കോശം, അത് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ല, അത്രയും ചെറുത്. അതാണ് ഉമ്മയുടെ ഗർഭാശയത്തിലെ അണ്ഡവുമായി കൂടിച്ചേർന്ന് ഒരു ശിശുവായി മാറുന്നത്. ഒരു കോശം. അതിൽ നിന്ന് ഹാർട്ട് ഉണ്ടാവണം, അതിൽ നിന്ന് ലിവർ ഉണ്ടാവണം, അതിൽ നിന്ന് ബ്രെയിന് വേണം, അതിൽ നിന്ന് കൈകാലുകൾ വേണം. ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. മൂക്കുണ്ടാവണം, കണ്ണ് വേണം, നാക്ക് വേണം, ആമാശയം വേണം, ലിവർ വേണം, ലങ്സുകൾ വേണം, ചിന്ത വേണം, കൈകാലുകളും നഖവും മുടിയും ഒക്കെ ഉണ്ടാവണം. ഉപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവവും കിട്ടണം. ഇതൊക്കെ കിട്ടുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വിധം സൂക്ഷ്മമായ ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന്. ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? മനുഷ്യന് കഴിയോ? ഇന്നൊരു ഉപ്പ അവരുടെ മകളുടെ മകൾക്ക് ഗർഭമുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒരു കിഡ്നിയേ ഉള്ളൂ എന്നൊരു വിഷമം പറഞ്ഞു. അള്ളാഹു കുഞ്ഞിന് സലാമത്ത് നൽകട്ടെ. 2 നിർബന്ധമല്ല, 1 അള്ളാഹു സ്പെയറായി തന്നതാണ്. പക്ഷേ ഒന്നുകൊണ്ടും സർവൈവ് ചെയ്യാം. ആ ഉപ്പയുടെ വേദന, എൻ്റെ കുഞ്ഞിന് എൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു കിഡ്നിയെ കാണുന്നുള്ളൂ, ഒന്നില്ലെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ സ്കാനിങ്ങിൽ പറഞ്ഞത്. പക്ഷേ 1ഓ 2ഓ ആകട്ടെ, ഒരു ഏക കോശത്തിൽ നിന്ന് അള്ളാഹു ഇത് സൃഷ്ടിച്ചില്ലേ? ആർക്കത് ചെയ്യാൻ കഴിയും? ആർക്കുണ്ടാക്കാൻ കഴിയും? ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നത് അള്ളാഹുവല്ലേ. നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചില ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ ഘട്ടങ്ങളിൽ ഒന്ന് ഖുർആൻ എടുത്തു നോക്കിയാൽ പല രീതിയിൽ പരാമർശങ്ങൾ കാണാം. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് അവർ കവർ കൊടുത്തയക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തിലെ നമ്മുടെ ഒരു കാര്യമായ ഒരു സംഭാവനയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നത് ഈ പരിപാടിയിലൂടെ. അപ്പോൾ സഹോദരിമാരൊക്കെ കവർ സ്വീകരിക്കണം. ഇവിടെയുള്ള സഹോദരന്മാരൊക്കെ അവരുമായി സഹകരിക്കണം. നിങ്ങൾ ഉള്ളത് ഇവിടെ കൊടുക്കുക. സഹോദരിമാരെ നാളെ കൊണ്ടുവരാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇത് വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പറഞ്ഞു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി. പിന്നെ ചിലയിടത്ത് അല്ലാഹു പറയുന്നു മിൻ ത്വീനിൽ ലാസിബ്, ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച മണ്ണിൽ നിന്ന്. നമ്മളൊക്കെ കളിമണ്ണിന്റെ പാത്രങ്ങൾ അല്ലേ
പറയുമല്ലോ, ഇപ്പൊ ഗ്യാസ് മേൽ വെച്ചിട്ടൊന്നും ടേസ്റ്റ് വരുന്നില്ല, പലരെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന രസമൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ. ഈ മൺചട്ടി അതിനാണ്, അതുണ്ടാക്കിയ ആ ഉണങ്ങി അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുമ്പോഴാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയെന്നറിയോ? ആദ്യം പറഞ്ഞു മണ്ണ്, പിന്നെ പറഞ്ഞു ചെളി കളിമണ്ണ്, പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണ്. മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുക? മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഘട്ടങ്ങൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്നതാണ്, ബാക്കോട്ട് സഞ്ചരിക്കും. എങ്ങനെ? ആദ്യം കളിമണ്ണ് ഉറച്ച പോലെ ശരീരം സ്റ്റിഫാണ് അല്ലേ? മരിച്ച മയ്യത്തിന്റെ കൈകാലുകൾ ഉറച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബോഡി സ്റ്റിഫാവും, മടങ്ങില്ല, വഴങ്ങില്ല. ഒരു കല്ലിന്റെ മരത്തിന്റെ കഷ്ണം പോലെ ശരീരം മാറുകയാണ്. അതാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു. ശരീരം അഴുകുകയാണ്, അഴുകിയാൽ അത് കളിമണ്ണ് പോലെയാണ്, വെള്ളവും മണ്ണും കുഴച്ച പോലെ. അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അത് മണ്ണായി മാറലാണ്. അള്ളാഹു പറഞ്ഞ് ഈ മണ്ണ്, ചെളി, ഉറച്ച മണ്ണ് അല്ലെങ്കിൽ ഉറച്ച ചെളി, അത് നേരെ വിപരീതമാണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. അല്ലാഹു എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ലയോ? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ഖലഖഹു മിൻ തീൻ, അല്ലാഹു മണ്ണിൽ നിന്ന് പടച്ചു. എന്നിട്ട് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും? മനുഷ്യൻ എത്ര വലിയ ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ലോകത്തിൽ. അള്ളാഹു അത്തരം രാഷ്ട്ര നേതാക്കന്മാർക്ക് ചരിത്രത്തിൽ വട്ടപൂജ്യമാണ് മൂല്യം കൊടുത്തത്. അതുതന്നെയാണ് ആ പാരമ്പര്യം പിന്തുടരുന്ന ആളുകൾക്കും സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യൻ ധിക്കരിക്കരുത്. നീ ആരാണെന്ന് നീ ബോധ്യപ്പെടണം. നീ ഒന്നുമല്ലാത്ത ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ അല്ലാതിരുന്ന നിന്നെ അല്ലാഹുവല്ലേ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത്. നീ അങ്ങ് പറയാ ഞാൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ ദുർബലനാണ്. അഹങ്കാരികളുടെ ഒരുപാട് വാക്കുകൾ, ഫറോവയും നമ്രൂദൊക്കെ അവിടെ ഇരിക്കട്ടെ. മുത്തുനബി തങ്ങളുടെ കാലശേഷം വന്ന ചില ആളുകളെ സംബന്ധിച്ച് തന്നെ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ്, അവരിങ്ങനെ ഇരിക്കുമ്പോ ബനു ഉമയ്യ, അന്നത്തെ ഭരണാധികാരികളാണ് അമവികൾ, അവരിൽപ്പെട്ട ഒരു മന്ത്രി, ഒരു മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, കോവർ കഴുതകളുണ്ട്, വാളുണ്ട്, പരിചയുണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്, വലിയ മുതലാളിയാണ്. അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. എല്ലാവരും അങ്ങാടിയിലൊക്കെ എല്ലാവരും എഴുന്നേറ്റു. മന്ത്രിയാണ് പോകുന്നത്, എല്ലാവരും എഴുന്നേറ്റു. ഹസനുൽ ബസ്രി തങ്ങൾ മാത്രം എഴുന്നേറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും എഴുന്നേൽക്കും, എന്താ ഇയാൾക്ക് എഴുന്നേറ്റൂടെ എന്നൊരു ചോദ്യം. അവമാ അറഫ്തനി ഹസനുൽ ബസ്രി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? സംഭവം നടക്കുന്ന ഇറാഖിലാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താ എഴുന്നേൽക്കാത്തത് എന്ന് പറഞ്ഞു. നിന്നെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാത്തത്. എന്നെ അറിഞ്ഞിട്ട് എഴുന്നേൽക്കാതിരിക്കുക, അതെന്താ? മൂത്രമൊലിക്കുന്നത് സ്ഥലത്തിലൂടെ 2 തവണ വന്നവനാണ് നീ. ഹസനുൽ ബസ്രി കൊടുത്ത മറുപടിയാണ്. മനുഷ്യൻ മൂത്രമൊഴിക്കുന്ന സ്ഥാനത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ പിതാവിൽ നിന്ന്, മറ്റൊന്നിന്റെ ഉമ്മയിൽ നിന്ന്, അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ആളാണ് നീ ഇനി ജീഫത്തുൻ ഖദിറ, മരിച്ചു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ശവശരീരത്തിന്റെ നാറ്റം എത്രയാണ്, അതാണ് നീ ആയിത്തീരാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ മാലിന്യം ചുമന്ന് നടക്കല്ലേ നീ. മാലിന്യം നമ്മുടെ വയറ്റിൽ വിസർജ്യമുണ്ടെങ്കിലേ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. 4 പ്രാവശ്യം വയറ്റുന്നു പോയാൽ കിടപ്പിലായി പോകും. എന്തേ? വയറ് കാലിയാണ്. അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഒരൽപ്പമെങ്കിലും ബാക്കി നിൽക്കുമ്പോഴേ മനുഷ്യന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ നിന്റെ തുടക്കം ഒന്നുമല്ലാത്ത ഇൻസിഗ്നിഫിക്കന്റ് ബിഗിനിങ്. എന്താ നിന്റെ ജീവിതം? നീ ആരാണ്? നീ എന്തിന് അഹങ്കരിക്കുന്നു? മനുഷ്യന്റെ വിസർജ്യം വരുന്നിടത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ ജനനത്തിന്റെ തുടക്കം, മറ്റൊന്ന് ഗർഭാശയത്തിലൂടെ പുറത്തു വന്നത്. ഇത് രണ്ടും മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെ അല്ലേ നീ വന്നത്? ഹസനുൽ ബസ്രി പറയുന്നത് മനുഷ്യനൊന്ന് ചിന്തിപ്പിക്കാനാണ്. നീ ആരോടായി അഹങ്കരിക്കുന്നത്?
അഹങ്കാരികളുടെ അഹങ്കാരം നടത്തത്തിലറിയാം, അവരുടെ ചുമയിലറിയാം, അവരുടെ ചിരിയിലറിയാം, അവരുടെ നോട്ടത്തിലറിയാം. അങ്ങനെയാണ് അഹങ്കാരികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചേലിലും കോലത്തിലും അറിയാൻ പറ്റും. നീ എന്തിനായി അഹങ്കരിക്കുന്നത്? നിന്റെ തുടക്കം അതാണ്. പിന്നെ അവസാനം നീ നാറുന്ന ഒരു ശവമായി മാറാൻ പോവുക. അതിന്റെ ഇടക്ക് നീ മാലിന്യമാണ് നിന്റെ വയറ്റിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനത്തെ നീ അഹങ്കരിക്കുകയോ? ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹസനുൽ ബസരിയോട്, ഹസനുൽ ബസരി ഒന്ന് നിർത്തുമോ? ലഖദ് അഖംത കുല്ല ശഅറത്തിൻ മിൻ റഅസി, എന്റെ തലയിലെ എല്ലാ മുടിയും എഴുന്നേറ്റ് നിൽക്കാൻ, ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞു നിർത്തിച്ചു ഹസനുൽ ബസരിയോട്. എന്തിനു മനുഷ്യൻ അഹങ്കരിക്കുന്നു? കാശുകളുടെ പേരിൽ അഹങ്കരിക്കുകയോ, കയ്യൂക്കിന്റെ പേരിൽ അഹങ്കരിക്കുകയോ? ആദം നബിയുടെ മക്കളാണ് നിങ്ങൾ. അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ പോവുകയാണ്. ഇസ്മഊനി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. അങ്ങനെ തങ്ങൾ പറയാറില്ല. അവസാന പ്രഭാഷണത്തിലാ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അവർ ശ്രദ്ധിച്ചു കേൾക്കും. കാരണം അള്ളാഹുവിന്റെ പോസ്റ്റലനാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധേയമാണ്. പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണേ. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആദമു മിൻ തുറാബ്, ആദം നബി വന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിന്നെക്കാളൊന്ന് മീതയാണെന്ന് പറഞ്ഞ ആരെയും ഇടം കണ്ണുകൊണ്ട് നോക്കല്ലേ, വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ. ഞാൻ നിന്റെ മീതയാണെന്ന് നീ പറയല്ലേ. നിങ്ങളൊക്കെ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ലുപോലെ ഒരുമിച്ചു നിൽക്കണേ. ഇനി ഒരിക്കലൂടെ ഇത് പറയാൻ, എനിക്ക് ഈ സ്ഥാനത്തിരുന്ന് പറയാൻ എനിക്ക് കഴിയണമെന്നില്ല. ഞാൻ മരിച്ചുപോയേക്കാം എന്ന് സൂചിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭനായ താബിഈയാണ്, മഹാനായ അല്ലാമ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാൻ, ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് വരുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശിങ്കിടിമാർ, മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനാരും ശല്യമുണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുറ്റിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, മതാഫിൽ. അത് ഇന്നത്തെ മതാഫല്ല, മാർബിളൊന്നും ഇല്ലാത്ത മണ്ണുള്ള കാലം. തൗസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു. അവിടെ ഒരു അഅറാബിയുണ്ട്. ഏതോ ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന, മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല. ഇദ്ദേഹം കൂളായിട്ട് നടക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് താബിഈകളെ കൊന്നുകളഞ്ഞ ആളാണ്. താബിഈങ്ങളെ, സ്വഹാബിമാരെ ക്രൂരമായി വേദനിപ്പിച്ച ആളാണ്. ഒരുപാട് നിരപരാധികൾ, ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ആളാണ്. എന്ത് സംഭവിക്കും? അല്ലാഹുവേ, എന്തായിരിക്കും അയാളുടെ ആഖിറം എന്ന് കണ്ടറിയേണ്ടി വരും. കഫാ ബിഹി ളാലിമാ, ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് തന്നെ മതി. ഇമാം ശാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ അക്രമിയാണ്. അത്രയും പറഞ്ഞാൽ കൊല്ലലാണ്, ആർക്കും എതിർത്ത് പറയാൻ പാടില്ല, കൊല്ലലാണ്. അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ്, ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല. ഈ പാവമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേലി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാവം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം വസ്ത്രമങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലിൽ വന്നാണ് വീഴുന്നത്. അയാൾക്ക് ചൂടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിടിച്ചു, അദ്ദേഹത്തെ കൈകൊണ്ട് പിടിച്ചു. ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? നീ ആരാണ്? ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ നാടെവിടെയാണ്? മിനൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ എന്റെ സഹോദരനുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരൻ യമനിന്റെ ഗവർണറാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മകൻ മുഹമ്മദ് ഇബ്നു യൂസുഫ്. കൈഫ തറക്തും അഖീ, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു യൂസുഫ് എങ്ങനെയുണ്ട്?
അയാൾ പറഞ്ഞു തറക്തുഹു സമീനൻ ബതീന, നല്ല വയറുണ്ട്, നല്ല തടിയനാണ്. ഞാൻ അതല്ലേ ചോദിച്ചത്, അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്. പറഞ്ഞു തറക്തുഹു ളലൂമൻ ഗശൂമ, ഭയങ്കര അക്രമിയാണ്, വലിയ വഞ്ചകനാണ്, തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ. ഹജ്ജാജിന് ചൂടായി. അദ്ദേഹം ചോദിച്ചു മാ തദ്രി അന്നഹു അഖി, എന്റെ സഹോദരനാണ് മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന് നിനക്കറിയൂലേ? ആ എന്റെ സഹോദരനെ പറ്റി നീ ഇങ്ങനെ പറയേ? അറിയാം, എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത്? ഹജ്ജാജ്, അല്ലാഹുവിന്റെ കഅബയാണിത്. ഈ കഅബയുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ? ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. നിനക്കെന്നെ പേടിയില്ലേ ഹജ്ജാജ്? അല്ലാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത്, നീയൊക്കെ എനിക്ക് പുല്ലാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നപ്പോ തഊസ് ഇബ്നു കൈസാൻ പറയാണ്, മാഷാ അല്ലാഹ്, ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം സംഭരിച്ച ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തല താഴ്ത്തിപ്പോയി, മറുപടിയില്ലാതെ. അല്ലാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത്. അതിക്രമം ചെയ്യുന്ന നിന്നെ, നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കുക ധിക്കാരിയോട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഇതിന് സാക്ഷിയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ തഊസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ധിക്കാരികൾ ഈ ലോകത്തുകൂടെ കടന്നു പോവുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുകയും 40 ദിവസം അവിടെ ചളിമണ്ണ് ഉറച്ച മണ്ണായി നിർത്തുകയും ചെയ്തിട്ടുണ്ടത്രേ. എന്താണ് മനുഷ്യന്റെ അവസ്ഥ റബ്ബേ? അല്ലാഹുവേ, അല്ലാഹുവേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് നിയുക്തനായ അല്ലാഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഖലീഫയാണ്. ആ ഖലീഫയെ ആദരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു മലക്കുകളോടും കൂടെയുള്ള ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ പറയുന്നത്. വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് അല്ലാഹു പടച്ചത്. മനുഷ്യനായിട്ട് ആ പ്രകൃതത്തെ തകർത്തുകളയരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും സംശുദ്ധമായ പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. ഏത് മതവിഭാഗമുള്ളവനോ മതമില്ലാത്തവന്റെയോ മക്കളാവട്ടെ, ലോകത്ത് മനുഷ്യ മക്കൾ ജനിക്കുന്നത് ശുദ്ധമായ സൃഷ്ടാവായ ഏകനായ ഒരുത്തനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിന്റെ അവസ്ഥയിലാണ്. എന്നാൽ അവൻ ബഹുദൈവ ആരാധകനായി മാറുന്നത് അവന്റെ ചുറ്റുപാടുകളാണ്. ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ് അവരെ സത്യത്തിന്റെ ചിന്തയിൽ നിന്ന് മാറ്റി മറ്റു മതങ്ങളിലേക്കോ ചിന്തകളിലേക്കോ മതനിരാസത്തിലേക്കോ മക്കളെ കൊണ്ടുപോകുന്നത് ചുറ്റുപാടുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബാ വസ്തക്ബർ, അതുകൊണ്ട് അഹങ്കാരം പിശാചിന്റെ വഴിയാണെന്ന് ആദ്യമേ അല്ലാഹു സൂചിപ്പിച്ചു തന്നു. ദൈവനിഷേധത്തിന് 3 ഘടകങ്ങളാണുള്ളത്. അൽ ഹസദു വൽ കിബ്റു വൽ കദിബ്, നുണ പറയുന്നതും അഹങ്കരിക്കുന്നതും അസൂയയും. ഈ 3 ഘടകങ്ങളിൽ നിന്നാണ് കുഫർ, ദൈവനിഷേധം ഉടലെടുത്തു വരുന്നത്. ഒന്ന് അഹങ്കാരം, മറ്റൊന്ന് അസൂയ, മറ്റൊന്ന് കളവ്. അതുകൊണ്ട് അഹങ്കാരം ഒരാളിലുണ്ടെങ്കിൽ കുഫറിന്റെ 3ൽ ഒരംശം അയാളിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്ർ. കിബ്റിന്റെ ഒരു ഘടകമണിയോളം കിബ്ർ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹങ്കാരം? നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്. ഭർത്താവിനോട് നന്നായി ജീവിക്കാൻ പറയുകയും സാരോപദേശം നൽകുകയും ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പെണ്ണുങ്ങളെ, അവരുടെ വേവലാതി ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്നാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഭാര്യ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആ ഭാര്യ എഴുന്നേൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തന്റെ ഭാര്യയെ ആദ്യ രാത്രിയുടെ അവസാനം സുബഹിയുടെ നേരത്ത്
കണ്ണിൽ ഒരൽപ്പം നനവാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം പുതുമാരനെ ഖളാ ആവുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച നേരത്ത് മുഖത്തടിച്ച ഒരു ഭർത്താവ്, ആ ബന്ധം ഇന്ന് ത്വലാഖിലൂടെ പിരിഞ്ഞു കഴിഞ്ഞു. നോക്കണം, ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് കിബ്ർ. സ്വഹാബിമാര് ചോദിച്ചിരുന്നു, നബിയേ, നല്ല വസ്ത്രവും മുന്തിയ ചെരുപ്പും മുന്തിയ വാഹനവും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയെ, അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറയുന്നത് ബത്റുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ അടക്കി ഭരിക്കുകയും ധർമ്മവും നന്മയും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്നതിന്റെ പേരാണ്. എന്നല്ലാതെ നിങ്ങളൊരു നല്ല വസ്ത്രം ഇടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത് അത് അഹങ്കാരമല്ല. കിബ്ർ എന്ന് പറയുന്നത് സത്യത്തെ സ്വീകരിക്കാതിരിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാണ്ടിരിക്കുക. മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കുമ്പോൾ മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം, ഇത് പറയുമ്പോൾ കേൾക്കാത്ത മക്കള് കിബ്റാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ചില ഫോൺ കോളുകൾ, അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം. വേണ്ട മോളെ, മോനെ, നീ അത് ഉപയോഗിക്കല്ലേ, ഈ നേരത്ത് ഖുർആൻ ഓതേണമേ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ സാരോപദേശം നൽകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ട് പോലും സ്വന്തം മാതാപിതാക്കളെ കണ്ണ് വെട്ടിക്കുന്ന മക്കൾ ചെയ്യുന്നതും അഹങ്കാരമാണ്. അതിന്റെ പേരാണ് കിബ്ർ. ആ കിബ്ർ അവിശ്വാസത്തിന്റെ 3 ഘടകങ്ങളിൽ ഒരു ഘടകമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇനി 2 ഘടകം കൂടെ വന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, അല്ലാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യുകയോ, ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, എന്നെ നീ പടച്ചത് തീ കൊണ്ടല്ലേ, തീയല്ലേ മണ്ണിനേക്കാളും ഉഷാറ്, അതുകൊണ്ട് ഞാനല്ലേ എന്റെ ഉൻസുർ, എന്റെ ശരീര പ്രകൃതത്തിന്റെ അടിസ്ഥാന